ഹേയ് ഫോക്സ്, സോ ഒരു കാര്യം തുടങ്ങുമ്പം ദൈവത്തിൻ്റെ കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ അവരോട് നന്ദി പറയുക എന്നുള്ളത് കുഡ്സിൻ്റെ ശീലാട്ടോ. അത് വളരെ നിർബന്ധമാണ് കുഡ്സിന്. അത് പയ്യെ പയ്യെ എന്നിലോട്ട് സ്പ്രെഡായിട്ടുണ്ട്. അതേപോലെ ഈ നാട്ടുകാരുടെ പ്രധാന ദൈവമാണ് നാഗഭഗവതി കേട്ടോ. അപ്പം നമ്മൾ എവിടെ ഇറങ്ങുമ്പോഴും എന്ത് നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴും അവിടെ ഒന്ന് കയറി പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്നേക്കാൾ നിർബന്ധം കുഡ്സിനാണ്. അപ്പം അത് മുടങ്ങാണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. സോ ഇപ്രാവശ്യം നമ്മളത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൃത്യം 5:15 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. ഈ ഒരു സമയത്ത് തുടങ്ങുന്ന ട്രിപ്പിന് ഒരു പ്രത്യേക ഫ്രഷ്നെസ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഭക്തിഗാനങ്ങളാട്ടോ നമ്മൾ പ്രിഫർ ചെയ്യാറ്. അതിലുമുണ്ട് സ്പെസിഫിക്കേഷൻ. അയ്യപ്പ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക ഫീലാണല്ലേ. സാമവേദം തൊട്ട് അങ്ങോട്ട് നീളും നമ്മളുടെ പ്ലേലിസ്റ്റ്. പിന്നെ അത് പതുക്കെ പതുക്കെ ട്രിപ്പ് ഗാനങ്ങളാവും. നമ്മളുടെ രണം, പിന്നെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിലെ പാട്ട്, ഇതൊക്കെ സ്ഥിരം പ്ലേലിസ്റ്റാണ് നമ്മളെ റോഡ് ട്രിപ്പിൽ. അങ്ങനെ നമ്മളിതാ കേരളത്തോട് വിട പറഞ്ഞ് പതുക്കെ കർണാടക ബോർഡറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അതോടെ നശിച്ച റോഡിൻ്റെ അവസ്ഥയും വന്നു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അടുത്ത് ട്രാവൽ ചെയ്തതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള റോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയായിരുന്നു. കാരണം ഒന്നാമത് റേഞ്ച് ഉണ്ടാവില്ല, നമുക്ക് ഫോണ് സോങ് ഒക്കെ എന്ത് ചെയ്യും, കട്ടാവും. അതിൻ്റെ നടുക്ക് ഈ കുഴികളും വെട്ടിക്കലും തട്ടിക്കലും നാരോ റോഡും അല്ലേ. അപ്പം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തുഴഞ്ഞിട്ടാണ് വന്നത്. പോളായതുകൊണ്ടും എൻ്റെ കുഡ്സ് എന്നേക്കാൾ നന്നായി കാരണം നോക്കുന്നത് കൊണ്ടും നമ്മൾ വളരെ പതുക്കെയാണ് വന്നത്. പിന്നെ ഈ ഒരു റൂട്ടിലോട്ട് പോകുമ്പം നമ്മൾ ഫസ്റ്റ് എന്തായാലും സ്റ്റോപ്പ് ചെയ്യുന്നത് കൂർഗ് ഗേറ്റിലാണ്. അവിടെ നിന്ന് നമ്മൾ ഐദർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഡിന്നറെങ്കിലും കഴിക്കും. ഇതുവഴി പോകുമ്പം എനിക്ക് സ്ഥിരമുള്ള മറ്റൊരു കലാപരിപാടിയാണ് ഇവിടെ ഈ കാണുന്ന പൂവ് പിച്ചുക, അത് ചെവിയിൽ വെക്കുക, 5-6 സെൽഫി എടുക്കുക, തിരിയുക, മറിയുക, വീഡിയോസ് എടുക്കുക എന്നുള്ളത്. അതെടുത്ത് ഞാൻ ലാസ്റ്റ് കാറിൽ വെക്കും കേട്ടോ. അങ്ങനെ കൂർഗ് ഗേറ്റ് നമ്മൾ ഇറങ്ങി. കാരണം അധിക സമയം നമുക്ക് കളയണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. അപ്പം ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഫുൾ മരങ്ങളായിട്ടും പലതരം പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു റൂട്ടാണ്. എനിക്കിഷ്ടമാണ് അതിലേ കൂടി ട്രാവൽ ചെയ്യാനും ഇഷ്ടമാണ്, ഡ്രൈവ് ചെയ്യാനും ഒത്തിരി ഇഷ്ടമാണ്. അതൊക്കെ സ്റ്റിയറിങ് ഞാൻ വാങ്ങി കേട്ടോ. കുഡ്സ് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ കുഡ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് സ്റ്റിയറിങ് കിട്ടുക അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇരുന്ന് വാങ്ങിച്ചതാണ് അതിലേക്ക് കൂടി ഓടിക്കാനുള്ള ഒരു മോഹം കൊണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യാൻ നല്ല റോഡൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹമ്പ് കാണും കേട്ടോ. പ്രത്യേകിച്ച് ഇൻഡിക്കേഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്പീഡിൽ പോകുമ്പോഴായിരിക്കും മടുപ്പിക്കാൻ, സ്പീഡിൽ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു രസത്തിൽ പോകുമ്പോഴായിരിക്കും മടുപ്പിക്കാൻ ഹമ്പ് ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാവും. സോ അതൊരു വെറുപ്പിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അത്യാവശ്യമാണല്ലേ റോഡിൽ. അങ്ങനെ നമ്മൾ മൈസൂർ എത്തിയിട്ടോ. മൈസൂർ എപ്പോൾ പോകുമ്പോഴും ഒരിക്കലും മടുക്കാത്ത കുറേ കാഴ്ചകൾ. അവിടുത്തെ ഫെസ്റ്റിവൽ അനുസരിച്ചിട്ട് റോഡ് സൈഡിലെ വിൽപ്പനക്കാരും സാധനങ്ങളും എല്ലാം മാറും. അതുകൊണ്ട് തന്നെ എപ്പോഴും മൈസൂർ എത്തുമ്പോഴും കൂർഗ് എത്തുമ്പോഴും ഒരു പ്രത്യേക രസമാണ്, അല്ലെങ്കിൽ ഒരു ഫ്രഷായിട്ട് ഒരു പുതുമയാണ് ഓരോ തവണയും മൈസൂർ എത്തുമ്പോൾ തോന്നാറ്. തോതേ ഞാൻ എന്താ അടിച്ച് വിടുന്നുണ്ട്. ഇത് 5Xലായതുകൊണ്ട് നിങ്ങൾക്ക് തുറന്നു കേട്ടോ. ഞാൻ അത്യാവശ്യം പതുക്കിയാണ് പോയത്, കാരണം അത് വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വാഹനങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിലും അവിടെ ഉണ്ടാകും, പക്ഷേങ്കിൽ ടൂറിസ്റ്റ് പ്ലേസിനും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു വർക്കിംഗ് ഡേ ആയിട്ടും ഇത്രയും ആൾക്കാരുണ്ടോ. അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് മൈസൂർ സൂ ആണ്. ഒരാൾക്ക് 100 റുപ്പീസാണ് ടിക്കറ്റ്. ഏക്കർ കണക്ക് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയൊരു സൂ ആണ് കേട്ടോ ഇത്. കുറേ വൈഡ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് നമുക്കിവിടെ കാണാൻ പറ്റും. എനിക്ക് വേർത്തായിട്ടാണ് തോന്നിയത്. പക്ഷേങ്കിൽ പാമ്പുകളിൽ എനിക്ക് ഭയങ്കര വെറൈറ്റി ഒന്നും തോന്നിയിട്ടില്ല. അത് നമ്മളുടെ നാട്ടിൽ തന്നെയാണ് തോന്നുന്നത് അടിപൊളി. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിൽ ആനിമൽസ് സ്പീഷീസ് അടിപൊളി വൈഡ് വെറൈറ്റി ഉണ്ട്. അതിനകത്ത് കുറേ അധികം നമുക്ക്, അതായത് നമ്മൾ അതിശയിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റും എന്ന് തോന്നുന്ന കുറേ അധികം സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മിക്കതും ചത്ത ഒരു പരുവമായിരുന്നു. പ്രത്യേകിച്ച് ഉഷാറൊന്നും ഇല്ലാണ്ട് സൈഡിൽ മൂലക്ക്
ഉറങ്ങുകയും കൂട്ടുവായിടുന്നൊക്കെ ആണ് അധികം കണ്ടിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിക്ഷ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ചുറ്റിക്കറങ്ങാം. പക്ഷേ നമ്മൾ പ്രിഫർ ചെയ്ത് നടക്കൽ തന്നെയാണ്. കാരണം നമുക്ക് ഒരു ക്വാളിറ്റി ടൈമിന് വേണ്ടിയല്ലേ നമ്മൾ വന്നത്. സോ ഒരുമിച്ച് നടന്ന് കൈ പിടിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇവരെയും കമൻറ്റ് ചെയ്ത് കുറ്റം പറഞ്ഞ് അല്ലേ, അതൊരു പ്രത്യേക രസമല്ലേ. അപ്പം അങ്ങനെ നല്ലൊരു വാക്കായിരുന്നു അത്. നമ്മൾ ഏകദേശം എല്ലാവരുടെയും കവർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കുട്ടിക്കുറുമ്പനാണ് ഈ ആന എന്ന് പറയുന്നത് കേട്ടോ. തുമ്പിക്കൈയൊക്കെ വീശി നമ്മളോട് ഹായും ബായും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ലൊരു കുറുമ്പനായിട്ടുള്ളൊരു ആനയായിട്ടോ. ഞങ്ങളിതിനെ ശങ്കരി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറുതെ ഒരു രസം. അപ്പം നമ്മൾ അങ്ങനെ ഓരോന്നിനെയും കണ്ട് നമ്മൾ വേഗം തന്നെ ഒരു 12:30 ആയപ്പം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു, ഭയങ്കര മടുപ്പിക്കുന്ന ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനം നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് പിന്നെ വെക്കാൻ പറ്റില്ല. നമ്മൾ ഉച്ചക്കത്തെ ഫുഡിന് സ്റ്റോപ്പ് ചെയ്ത പ്ലേസാണിത്. അറിയുന്നവർ